ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ എല്ലാവരും കാത്തിരിക്കുന്ന ആ അടിപൊളി പ്രൊമോ എപ്പിസോഡ് തന്നെയാണ് അടുത്ത ആഴ്ചയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ കാർത്തികയുടെ വിവാഹം അതീവ രഹസ്യമായി ആണല്ലോ നടത്താൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും അവരുടെ വീട്ടുകാരും മാത്രം പങ്കെടുത്തുകൊണ്ട് ബന്ധുക്കളെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടാൻ തീരുമാനിക്കുകയാണ് ദിലീപ്. മാധ്യമക്കാരോടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് ദിലീപ് ആ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്ന ആ ഒരു സത്യമാണ്, ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അവരെയൊക്കെ അതിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസുകാരോട് പോലും ആ ഒരു സത്യം അറിയിച്ചിട്ടില്ല, കല്യാണം നടത്താൻ പോകുന്ന കാര്യം. അങ്ങനെ അതീവ രഹസ്യമായി തന്നെ ഒരു ചെറിയൊരു ഹാളിൽ ആരും അധികം പരിചയപ്പെടാത്ത ചെറിയ ഉള്ളിലോട്ട് ആയിട്ടുള്ളൊരു ഹാളിലൊക്കെയാണ് അവരങ്ങനെ കല്യാണം നടത്താൻ തീരുമാനിക്കുന്നത്. ഈ പറയുന്ന കാർത്തിക എല്ലാവർക്കും ദക്ഷിണൊക്കെ കൊടുത്തിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പ്രകാശനും അമ്മൂമ്മയ്ക്കും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയ്ക്കും ഒക്കെ അങ്ങനെ അവര് അവിടെ നിന്നും പുറപ്പെടുകയാണ്. അവിടെ നിന്നും പുറപ്പെട്ട് നേരെ ആ ഹാളിലേക്ക് വരികയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഗംഗയുടെ കൂട്ടുകാരൻ അവൻ ആ ഒരു കാഴ്ച കാണുകയാണ്. അങ്ങനെ അവൻ കണ്ട പാടെ തന്നെ അവിടെ നിന്നും ബൈക്കും എടുത്ത് ഓടിപ്പോകുന്നുണ്ട്. പ്രകാശനും പിന്നെ രതീഷൊക്കെ പുറകെ ഓടുന്നുണ്ടെങ്കിൽ അവനെ കിട്ടുന്നില്ല. എന്തായാലും ഇത് ആരൊക്കെ മണത്തറിഞ്ഞു വന്നിട്ടുണ്ടെന്ന് പ്രകാശന് നല്ല പേടിയാവുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവരെ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന ദിലീപ് തൻ്റെ അമ്മയ്ക്ക് ദക്ഷിണൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് അപ്പോഴും സങ്കടമുണ്ട്. തൻ്റെ മകൻ്റെ വിവാഹം ഇങ്ങനെയൊന്നുമല്ല താൻ ആഗ്രഹിച്ചത് നടത്താൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ ആ ഒരു വിയോഗവും നമ്മുടെ അമ്മയ്ക്ക് താങ്ങാനാകുന്നതിലപ്പുറമായിരിക്കുകയാണ്. ദിലീപിനും സങ്കടം അതിലേറെ ഭയങ്കര സങ്കടമൊക്കെ തന്നെയുണ്ട്. കൂട്ടുകാരോട് പറയുന്നുണ്ട്, മതി ഒരുക്കങ്ങളും കാര്യങ്ങളും, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ, എനിക്ക് അതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അവനോടുള്ള വൈരാഗ്യമാണ്, അവൻ അങ്ങനെ ജയിക്കേണ്ട, അതുകൊണ്ടാണ് പിന്നെ എനിക്ക് കാർത്തിക ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ വേഗം തന്നെ കല്യാണം നടത്തണമെന്ന് തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരും അവിടേക്ക് കാറിൽ അങ്ങനെ പുറപ്പെടുകയാണ്. കാറിൽ പോലും ഒരു ഡെക്കറേഷനോ കാര്യങ്ങളോ വെച്ചിട്ടില്ല. കാരണം ഇനി അതാരെങ്കിലും അറിഞ്ഞ് കല്യാണക്കാർ പോകുകയാണെന്ന് ആരും തിരിച്ചറിയേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ അവരവിടെ നിന്നും പോരുകയാണ്. നമ്മുടെ കിരണാണെങ്കിൽ ആ ഓഡിറ്റോറിയത്തിന്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഒരു ജാലകത്തിന്റെ പുറത്തുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ, പുറത്തുനിന്ന് ആരെങ്കിലും ഇവരെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവൻ മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയാണ്. ഒരു ചടങ്ങിൽ അവൻ പങ്കെടുക്കുന്നില്ല. അതേസമയത്ത് രതീഷിനോടും അതുപോലെ തന്നെ ഹരിസാറിനോടും വേലുവിനോടും എല്ലാം താഴെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തണമെന്നും ദിലീപിനെയൊക്കെ മാലയിട്ട് സ്വീകരിക്കണമെന്നും അവരെ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കിരൺ. അങ്ങനെ അവരതുപോലെ തന്നെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദിലീപ് വന്ന പാടെ തന്നെ അവനെ മാലയിട്ട് സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയും ചെയ്യുകയാണ്. എന്തായാലും മുഹൂർത്ത സമയമായിട്ടില്ല. അങ്ങനെ അവരങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രകാശൻ ദിലീപിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും പ്രശ്നങ്ങളായിട്ട് എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചല്ലോ, മോനെ വലിയൊരു മനസ്സ് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മൂമ്മ ദിലീപിൻ്റെ അമ്മയോടും പറയുകയാണ്, മോള് അല്ല വേറെ വല്ല അമ്മയായിരുന്നെങ്കിലും ദിലീപിനെ ഈ ഇതിൽ നിന്ന് പിന്മാറ്റിച്ചതിനെ ഈ കല്യാണത്തിൽ നിന്നും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും കൂട്ടുകാരൻ വേഗം തന്നെ ചെന്ന് ഗംഗയെ കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കുമ്പോൾ ഗംഗയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തായാലും അവളുടെ കഴുത്തിൽ ഒരാളും താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരൊറ്റ വാശിയോടുകൂടി തന്നെ അവിടെ നിന്നും വേഷം മാറി വേഗം വരികയാണ് അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ആംബുലൻസ് ഡ്രൈവറെ തലക്കടിച്ച് വീഴ്ത്തുകയാണ്, ബോധം കെടുത്തി. ആ ആംബുലൻസും എടുത്തിട്ടാണ് ഈ പറയുന്ന ഓഡിറ്റോറിയത്തിലേക്ക് അവരെത്തുന്നത്. അങ്ങനെ അവർ വേഷം മാറി പയ്യെ ഇതിൻ്റെ അകത്തേക്ക് കടന്നുകൂടുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ മുഹൂർത്തമായി ഇനിയിപ്പോൾ എന്തായാലും പെണ്ണിനെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം തന്നെ ദിലീപിനെ അവിടെ കൊണ്ട് നിർത്തുകയാണ് മണ്ഡപത്തിൽ. അതിനുശേഷം കാർത്തികയെ താലത്തോട് കൂടിയിട്ട് എല്ലാവരും കല്യാണിയും അമലും എല്ലാവരും സ്വീകരിച്ച് അങ്ങനെ 3 പ്രാവശ്യം വലം വെച്ച് അവൾ അവിടെ വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുഹൂർത്തമായി ഇനി താലികെട്ട് നടത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയം ദിലീപ് തൻ്റെ കയ്യിൽ ആ താലി എടുത്തിട്ട് കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ കുറെ അകലെയായിട്ട് ഗംഗ കാണുന്നുണ്ട്. ഗംഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്. എന്തായാലും താലി അവൻ കെട്ടട്ടെ, അതിനുശേഷം ദിലീപിനെയും അതുപോലെ കാർത്തികയും ഒന്നിച്ചില്ലാതാക്കാം എന്ന് തന്നെയാണ് നമ്മുടെ ഗംഗ വിചാരിക്കുന്നത്. അങ്ങനെ അവൻ്റെ കഴുത്തിൽ താലി കെട്ടുകയും അതുപോലെ തന്നെ ദിലീപ്
കാർത്തികയുടെ കൈ പിടിച്ചിട്ട് ആ അഗ്നിക്ക് 3 പ്രാവശ്യം വലം വെക്കുകയും അതിനുശേഷമാണെങ്കിൽ പ്രകാശന്റെ അനുഗ്രഹം വാങ്ങിക്കുകയും പ്രകാശൻ ഈ പറയുന്ന ദിലീപിന്റെ കയ്യിൽ തൻ്റെ മകളുടെ കൈ പിടിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മുടെ ഇവനെ ഗംഗയെ ആ സമയം കാണാനില്ല. അപ്പോൾ വേറൊന്നുമല്ല, ചടങ്ങുകളൊക്കെ അതിഗംഭീരമായി നല്ല ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ വേലുവിനെയും രതീഷിനെയും അവിടെ നിന്ന് കാണാതാവുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഗംഗയെ അവിടെ തല്ലിച്ചതച്ചിടുകയാണ് ചെയ്യുന്നത്. അവന്റെ കയ്യിലുള്ള തോക്ക് തട്ടി തെറിപ്പിക്കുകയും അവൻ തോക്ക് ഉന്നം വെച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് കിരൺ അവന്റെ കയ്യിലെ തോക്ക് തട്ടി തെറിപ്പിക്കുകയും അതുപോലെ തന്നെ അവനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് 3 പേരും ചേർന്ന് അങ്ങനെ ചുറ്റിനും കൂടി നിന്ന് തല്ലിച്ചതയ്ക്കുകയാണ്. പക്ഷേ അവൻ അവിടെ നിന്ന് മൂടി രക്ഷപ്പെടുകയാണ്. അവന് കാലൊക്കെ തീരെ വയ്യാണ്ടായി ഇങ്ങനെ ഞൊണ്ടി പയ്യെ നെറ്റിയിൽ നല്ല മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവന് പയ്യെ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് അവന്റെ പുറകിലൂടെ വന്ന് അടിക്കുകയാണ് കിരൺ ചെയ്യുന്നത്. അങ്ങനെ അവൻ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. ശ്വാസം നോക്കുമ്പോൾ ശ്വാസമില്ല എന്ന് മനസ്സിലാക്കുകയും എന്തായാലും ആരും അറിയാതെ ഇവനെ മറവ് ചെയ്യാമെന്ന് അവർ 3 പേരും കൂടി തീരുമാനിക്കുകയും ചെയ്യുകയാണ്. വേലുവാണ് അതിന് മുൻകൈ എടുക്കുന്നത്. നമുക്ക് കാട്ടിലെവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാം, അവന്റെ കൊന്നതിന് ശ്വാസം ഇല്ല, അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം, അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ ഒരു ആ ഒരു പായയിൽ അവനങ്ങനെ കിടത്തുന്നുണ്ട്. എന്നിട്ട് ആ പായോട് കൂടി മടക്കി കെട്ടി ഇങ്ങനെ വെക്കുകയാണ്. അതിനുശേഷം ആരും കാണാതെ ഈ പറയുന്ന കിരണിന്റെ കാറിന്റെ ഡിക്ക് തുറക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് പതുക്കനെ അതിൻ്റെ അകത്തേക്ക് ആക്കുകയും അവർ 3 പേരും ആ കാറും എടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ കുറേ ദൂരം പോകുന്നുണ്ട്. എന്തായാലും കുറേ ദൂരം പോയതിന് ശേഷം ഈ പറയുന്ന കാടിന്റെ അവിടേക്ക് എത്തുകയും ഈ വേലുവിന് കാടിന്റെ എല്ലാ മുക്കുമൂലം അറിയാവുന്നത് കൊണ്ട് തന്നെ എവിടെയാണ് മൃഗങ്ങൾ കൂടുതൽ വരുന്നത്, എവിടെയാണ് ശല്യങ്ങൾ കൂടുതൽ ഉള്ളത് എന്നൊക്കെ അവന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവനെ അവിടെ തല്ലിച്ചതച്ച് അവന് ശ്വാസമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവിടെ കൊണ്ടുവന്നിടാമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവരെ അവിടെ നമ്മുടെ ശ്വാസമുണ്ടോ ഇല്ലേ എന്നിങ്ങനെ ഉറപ്പാക്കിയതിന് ശേഷം തന്നെ ഒന്നും കൂടി അവന് തലക്കടിയൊക്കെ കൊടുത്ത് ഈ പറയുന്ന ഗംഗപ്രസാദിനെ കാട്ടിലെ കുറുനരിയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരവിടെ നിന്നും തിരികെ വരികയാണ്. ഇവിടെയാണെങ്കിൽ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയതാണ് എന്ന് തിരിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവള് കാർത്തിക സന്തോഷത്തോടു കൂടി അവളുടെ കഴുത്തിൽ താലി വീഴുകയും അവളുടെ നെറ്റിയിൽ സിന്ദൂരം അണിയുകയും ചെയ്യുകയാണ്. എന്തായാലും ഗംഗ ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യം അതിഗംഭീരമായി തന്നെ അതിഭംഗിയായി തന്നെ നടക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം വലതുകാൽ വെച്ചിട്ട് ഈ പറയുന്ന ദിലീപിന്റെ വീട്ടിലേക്ക് അവൾ കടന്നു ചെല്ലുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ പറയുന്ന 3 പേർക്ക് മാത്രമേ ഇപ്പോൾ ഗംഗ എവിടെയുണ്ട് എന്നുള്ള, ഗംഗയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് 3 പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. പയ്യെ പ്രകാശനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്തായാലും ഗംഗ മരിച്ചോ അല്ലെങ്കിൽ ഗംഗ തിരികെ ആദ്യത്തെ പോലെ തന്നെ തിരികെ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.